അഞ്ജലി ദേവദാസ് ബയോ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോക്യാരിയോട്സ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നമുക്കറിയാം സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജിയിൽ എന്താ പറയുന്നത്? ഈ ജനറ്റിക് ഇൻഫോർമേഷൻ്റെ ഫ്ലോ DNA-യിൽ നിന്ന് DNA-യിലേക്ക് പോകുന്നതാണ് എന്തെന്ന് പറയുന്നത് റെപ്ലിക്കേഷൻ. ആൻഡ് DNA-യിലുള്ള ഇൻഫോർമേഷൻ RNA-യിലേക്ക് കോപ്പി ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് RNA-യിൽ നിന്ന് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് പ്രോക്യാരിയോട്സിൻ്റെ കേസിലുള്ള ട്രാൻസ്ക്രിപ്ഷനാണ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് RNA സിന്തസിസ് ഫ്രം DNA. അപ്പോൾ DNA-യിൽ നിന്ന് RNA ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ദ ട്രാൻസ്ക്രിപ്ഷൻ ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് RNA ഈസ് ക്രിയേറ്റഡ് ഫ്രം DNA. DNA-യിൽ നിന്ന് നമ്മൾ RNA ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ എൻസൈമിൻ്റെ പേരാണ് RNA പോളിമറൈസ്. നമ്മൾ റെപ്ലിക്കേഷൻ പറഞ്ഞപ്പോൾ അവിടുത്തെ എൻസൈം ഏതായിരുന്നു? റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ DNA-യിൽ നിന്ന് DNA ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് ആയിരുന്നു. ഇവിടെയോ ഇവിടെ RNA പോളിമറൈസ് ആണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ക്രിപ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് RNA പോളിമറൈസ് എന്ന് പറയുന്നത്. പിന്നെ പുതിയതായിട്ടൊരു RNA സിന്തസൈസ് ചെയ്യുന്നത് 5' to 3' എൻഡിലേക്കാണ്, അതായത് 5' 3' ഡയറക്ഷനിലേക്കാണ് പുതിയതായിട്ട് RNA ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് ട്രാൻസ്ക്രിപ്ഷനും DNA റെപ്ലിക്കേഷൻ തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ നോക്കിക്കേ, RNA-യുടെ കേസിൽ, അതായത് ട്രാൻസ്ക്രിപ്ഷൻ്റെ കേസിൽ എന്താണ്? RNA ഉപയോഗിക്കുന്നത് റൈബോ ന്യൂക്ലിയോടൈഡ്സ് ആണ്. അതായത് RNA ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റൈബോ ന്യൂക്ലിയോടൈഡ്സുകളാണ്. അതേസമയത്ത് റെപ്ലിക്കേഷൻ ആണെങ്കിലോ അവിടെ ഉപയോഗിക്കുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനിൽ നമ്മൾ റൈബോ ന്യൂക്ലിയോടൈഡ്സുകൾ ആഡ് ചെയ്താണ് എന്തുണ്ടാക്കുന്നത്? RNA ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ പ്രൈമറിൻ്റെ ആവശ്യമില്ല. നമ്മൾ പ്രൈമറൊക്കെ യൂസ് ചെയ്ത് റെപ്ലിക്കേഷൻ്റെ കേസിലാണ്. ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ്റെ കേസിൽ എന്താണ്? പ്രൈമറിൻ്റെ ആവശ്യമില്ല. RNA പോളിമറൈസിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? RNA സിന്തസിസ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ഇവിടെ ഒരു DNA-യുടെ ഒരു സ്പെസിഫിക് സെഗ്മെന്റ് മാത്രമേ കോപ്പി ചെയ്യുന്നുള്ളൂ. നമ്മൾ ആ ഒരു DNA-യുടെ സെഗ്മെന്റിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? കോപ്പി ചെയ്യുന്നത്. പക്ഷേ റെപ്ലിക്കേഷൻ്റെ കേസിൽ എന്താണ്? ആ ഒരു എൻറ്റയർ ജീനോം കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 2 സ്ട്രാൻഡിലുണ്ടെങ്കിലും ഒരു സ്ട്രാൻഡാണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മൾ റെപ്ലിക്കേഷൻ പറയുമ്പോൾ എന്താണ്? അവരിൽ 2 സ്ട്രാൻഡും എന്ത് ചെയ്യുന്നുണ്ട്? 2 സ്ട്രാൻഡും പാരന്റൽ സ്ട്രാൻഡുകൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്ത് 2-ൽ നിന്നും പുതിയതായിട്ടുള്ള ഒരു ഡോട്ടർ സ്ട്രാൻഡ് ഉണ്ടാവുന്നുണ്ട്. ലീഡിങ് സ്ട്രാൻഡും ലാഗിങ് സ്ട്രാൻഡും ഇല്ലേ റെപ്ലിക്കേഷൻ്റെ കേസിൽ? പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ആകെ ഒരു സ്ട്രാൻഡ് മാത്രമാണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് അതിൽ നിന്ന് RNA ഉണ്ടാവുന്നത്. ഓക്കെ, അത് മാത്രമല്ല ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ ആണ്. യൂണി ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഡയറക്ഷൻ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഈ പറയുന്ന RNA സിന്തസൈസ് ചെയ്യുന്നത് ഒരു ഡയറക്ഷനിലേക്കാണ്. അത്ര ഓക്കെ അല്ലേ? ഇനി അടുത്തത് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? DNA-യുടെ ഒരു സെഗ്മെന്റ് ആണ്. ആ ഒരു സെഗ്മെന്റ് മാത്രമാണ് എന്ത് ചെയ്തത്? RNA ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. ഇത് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു സ്റ്റാർട്ടിങ് സൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ടെർമിനേറ്റ് ചെയ്യുന്ന ടെർമിനേഷൻ സൈറ്റ് അവർക്ക് ഉണ്ടാകും. ഓക്കെ, ഈ യൂക്കാരിയോട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അവർ മോണോസിസ്ട്രോണിക് ആണ്. അതായത് ഇവർക്ക് ആകെ ഒരു സിംഗിൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഉണ്ടാകുള്ളൂ. അതാണ് ഈ യൂക്കാരിയോട്സ് അവർക്ക് ആകെ ഒരു സിംഗിൾ സിസ്ട്രോൺ ഉണ്ടാകുള്ളൂ. അവർ മോണോസിസ്ട്രോണിക് ആണ്. അതേസമയത്ത് പ്രൊക്യാരിയോട്സ് നോക്കുകയാണെങ്കിൽ എന്താണ്? അവരുടെ DNA എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് സൈറ്റ്, ഒരു ടെർമിനേഷൻ സൈറ്റ്, ഒരു സ്റ്റാർട്ടിംഗ് സൈറ്റ്, ഒരു ടെർമിനേഷൻ സൈറ്റ്, ഒരു സ്റ്റാർട്ടിംഗ് സൈറ്റ്, ഒരു സ്റ്റോപ്പ് സൈറ്റ്, അങ്ങനെ കുറേ സിസ്ട്രോൺസുകൾ ഇങ്ങനെ പോയിട്ടുണ്ടാവും. ഓക്കെ, ദേ ആർ പോളിസിസ്ട്രോണിക്. ആരുടെ കേസിൽ? പ്രൊക്യാരിയോട്സ് എന്ന് പറയുന്നത് പോളിസിസ്ട്രോണിക് ആണ്. നമ്മളുടെ യൂക്കാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ മോണോസിസ്ട്രോണിക് ആണ്. ഓക്കെ, ഇൻ പ്രോക്യാരിയോട്സ് മൾട്ടി ജീൻസ് ക്യാൻ ബി ട്രാൻസ്ക്രൈബ്. അതായത് നമുക്ക് കുറേ മൾട്ടിപ്പിൾ ജീനുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അവരെ പോളിസിസ്ട്രോണിക് എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു RNA പ്രൊഡക്റ്റിൽ, അതായത് ആദ്യമായിട്ടുണ്ടാവുന്ന ഇനീഷ്യൽ RNA പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത്ര ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ DNA-യിൽ നിന്ന് RNA ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. അവിടെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് RNA പോളിമറൈസ്. RNA സിന്തസൈസ് ചെയ്യുന്നത്
5' to 3' ഡയറക്ഷനിലേക്കാണ്, യൂണി ഡയറക്ഷണൽ ആണ്. പിന്നെന്താണ് ഇവിടെ നമ്മൾ റൈബോ ന്യൂക്ലിയോടൈഡ്സുകളാണ് ആഡ് ചെയ്യുന്നത്, പ്രൈമറിന്റെ ആവശ്യമില്ല. പിന്നെന്താണ് ആ ഒരു സിംഗിൾ സെഗ്മെന്റ് ഓഫ് DNA ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, കോപ്പി ചെയ്യുന്നത്. പിന്നെ 2 സ്ട്രാൻഡിൽ ഒരു സ്ട്രാൻഡാണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഈസ് യൂണി ഡയറക്ഷണൽ. ഓക്കെ, പിന്നെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് DNA ഒരു സെഗ്മെന്റ് ആണ്. യൂക്യാരിയോട്സിന്റെ കേസിൽ എന്താണ്, അവർ മോണോസിസ്ട്രോണിക് ആണ്. പ്രോക്യാരിയോട്സിന്റെ കേസിൽ അവർ പോളിസിസ്ട്രോണിക് ആണ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ആൻഡ് ഡയറക്ഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സൈറ്റിനെയാണ് +1 സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാ നോക്കിക്കേ, ഈ ഒരു ഫിഗറിൽ ഇതാണ് +1 സൈറ്റ്. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ട്രാൻസ്ക്രിപ്ഷൻ ബിഗിൻസ് അറ്റ് എ സ്പെസിഫിക് ലൊക്കേഷൻ ഓൺ DNA നോൺ ആസ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്പെസിഫിക് ലൊക്കേഷനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റാർട്ട് സൈറ്റിൽ നിന്നാണ് RNA പോളിമറൈസ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ക്രൈബ് ചെയ്ത് ആ ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ കൂടെ ട്രാവൽ ചെയ്ത് RNA സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന RNA പോളിമറൈസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന സ്റ്റാർട്ട് സൈറ്റിന് മുന്നേ ഉള്ള പ്രൊമോട്ടറിനെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇവർ എന്താണ് ആ ഒരു പ്രൊമോട്ടർ, അതായത് +1 സൈറ്റ് അറിഞ്ഞില്ലെങ്കിലും അതിന് തൊട്ട് മുന്നേ പ്രൊമോട്ടർ കണ്ടെത്തിയാൽ അവർക്ക് അറിയാം ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റാർട്ട് സൈറ്റ് അല്ലേ. അപ്പോൾ ഈ ഒരു +1 സൈറ്റിന് തൊട്ട് മുന്നേ ഇരിക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോട്ടർ. അവിടേക്കാണ് RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. എന്നിട്ടാണ് RNA പോളിമറൈസ് ഇങ്ങനെ ഈ ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ കൂടെ മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നത്, RNA സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ DNA റീജിയൻ ബിഫോർ ദ സ്റ്റാർട്ട് സൈറ്റ്. അപ്പോൾ ഈ +1 സൈറ്റിന് മുന്നേ ഉള്ള ഈ ഒരു ഏരിയയിൽ DNAയുടെ റീജിയൻ, ഇതിനെയാണ് അപ്സ്ട്രീം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് നെഗറ്റീവ് സൈൻ വെച്ചിട്ടാണ്. ഇനി ഈ ഒരു സ്റ്റാർട്ട് സൈറ്റിന് കഴിഞ്ഞിട്ടുള്ള ഭാഗം, അതാണ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പോസിറ്റീവ് സൈൻ വെച്ചിട്ടാണ്. ഓക്കെ, അത്ര ഓക്കെ അല്ലേ. അപ്പം എന്താണ്, ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സൈറ്റാണ് +1 സൈറ്റ്. അതിന് മുന്നേ ഉള്ള ഭാഗം അപ്സ്ട്രീം എന്ന് പറയും, അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിന് ഡൗൺ സ്ട്രീം എന്ന് പറയും. ഡൗൺ സ്ട്രീമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പോസിറ്റീവ് സൈൻ ആണ്, അപ്സ്ട്രീമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നെഗറ്റീവ് സൈൻ വെച്ചിട്ടാണ്. ഓക്കെ, അത്ര ഓക്കെ അല്ലേ. ഇനി നമുക്ക് നോക്കാം DNA സ്ട്രാൻഡ്സ് ഇൻവോൾവ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ. ഏതൊക്കെ സ്ട്രാൻഡ്സുകളാണ് ട്രാൻസ്ക്രിപ്ഷന് ഹെൽപ്പ് ചെയ്യണേ നോക്കാം. അപ്പോൾ ഒരു DNA സ്ട്രാൻഡ് എന്ന് പറയുമ്പോൾ 2 സ്ട്രാൻഡ് ഉണ്ട്. അതിലൊരു സ്ട്രാൻഡാണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു സ്ട്രാൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആൻറ്റിസെൻസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ നോൺ കോഡിംഗ് സ്ട്രാൻഡ് എന്നൊക്കെ പറയുന്നത് ആ ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെയാണ്. ആ ഒരു ഭാഗത്താണ് RNA പോളിമറൈസ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഒരു DNAയിൽ നിന്ന് RNA ഉണ്ടാക്കൂലേ, അതായത് ആ ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും, DNAയുടെ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സ്ട്രാൻഡാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ആൻറ്റിസെൻസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ നെഗറ്റീവ് സ്ട്രാൻഡ് അല്ലെങ്കിൽ നോൺ കോഡിംഗ് സ്ട്രാൻഡ് എന്നൊക്കെ പറയും. അപ്പോൾ നോൺ കോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളേക്ക് ഇത് കോഡ് ചെയ്യുന്നില്ലേ, പക്ഷെ അത് നോൺ കോഡിംഗ് സ്ട്രാൻഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, കോഡിംഗ് സ്ട്രാൻഡ് എന്ന പേര് മാത്രമേ ഉള്ളൂ, അത് കോഡ് ചെയ്യുന്നില്ല. അപ്പോൾ കോഡിംഗ് സ്ട്രാൻഡ്, പിന്നെ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് മറ്റേ സ്ട്രാൻഡാണ്, അതായത് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അല്ലാത്ത സ്ട്രാൻഡാണ് കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് സ്ട്രാൻഡ് ആയിരിക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എൻസൈമിനെ പറ്റി നോക്കാം. RNA പോളിമറൈസ് ആണ് എന്ത് ചെയ്യുന്നത്, DNAയിൽ നിന്ന് RNA സിന്തസൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതൊരു DNA ഡിപ്പെൻഡന്റ് RNA സിന്തസിസ് ആണ്. ഇത് ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തത് സാമുവലും ജെറാർഡും കൂടി ചേർന്നിട്ടാണ് 1960-ലാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, പ്രോക്യാരിയോട്സിന്റെ കേസിലുള്ള RNA പോളിമറൈസ് എന്ന് പറയുന്നത് ഇതാണ്. RNA പോളിമറൈസിന്റെ പിക്ചർ നോക്കിക്കേ, ഇത് കണ്ടോ, ഇവർക്ക് 2 ആൽഫ, ഒരു ബീറ്റ ഡാഷ്, പിന്നെ ഒമേഗ, സിഗ്മ, ഇത്രയും മൊത്തത്തിനെയാണ് RNA പോളിമറൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു RNA പോളിമറൈസിൽ എന്തൊക്കെയുണ്ട്, 2 ആൽഫ ഉണ്ട്, ഒരു ബീറ്റ ഡാഷ്, ഒരു ഒമേഗ, ഒരു സിഗ്മ. ഓക്കെ, ഇനി ഈ സിഗ്മ ഇല്ലാതെ മറ്റുള്ള ഭാഗങ്ങൾ, അതായത് 2 ആൽഫയും ഒരു ബീറ്റയും ഒരു ബീറ്റ ഡാഷ് ഒരു ഒമേഗ, ഇതിനെയാണ് കോർ എൻസൈം എന്ന് പറയുന്നത്. ഈ കോർ എൻസൈമിന്റെ കൂടെ ഒരു സിഗ്മ ഫാക്ടറും കൂടി ആഡ് ചെയ്താലാണ് അത് ഒരു എൻറ്റയർ എൻസൈം അല്ലെങ്കിൽ അതൊരു ഫങ്ഷണൽ എൻസൈം അല്ലെങ്കിൽ അതൊരു ഹോളോ എൻസൈം ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ RNA പോളിമറൈസ് എന്ന് പറയുന്ന ഒരു ഹോളോ എൻസൈം ആണ്. അതെങ്ങനെയാണ് ഹോളോ എൻസൈം ആയി മാറുന്നത്, കോർ എൻസൈമിന്റെ കൂടെ ഒരു സിഗ്മ ഫാക്ടറും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതൊരു ഹോളോ എൻസൈം ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, RNA പോളിമറൈസിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 2 ആൽഫ, ഒരു ബീറ്റ ഡാഷ്, ഒരു ഒമേഗയും പിന്നെ ഒരു സിഗ്മയും ഉണ്ട്. അതിൽ ഈ പറയുന്ന സിഗ്മ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ഭാഗത്തിനെ നമ്മൾ കോർ എൻസൈം എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ സിഗ്മ ഉള്ളത് കൊണ്ടാണ് പ്രൊമോട്ടർ സീക്വൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സ്റ്റാർട്ടിംഗ് സൈറ്റ് ആയിട്ടുള്ള +1 സൈറ്റിൽ നിന്ന് തൊട്ട് മുന്നിൽ കാണുന്ന ഒരു ഭാഗമാണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ആ പ്രൊമോട്ടർ റീജിയൻ RNA പോളിമറൈസ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കണ്ടെത്താൻ പറ്റൂല. ആ ഒരു RNA പോളിമറൈസിന് സിഗ്മ ഫാക്ടർ ഉള്ളത്
ഉള്ളത് കൊണ്ടാണ് ഈ പ്രൊമോട്ടർ റീജിയനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സിഗ്മ ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് പ്രൊമോട്ടറിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇത് നമ്മളുടെ ഒരു RNA പോളിമറൈസിന്റെ സ്ട്രക്ചർ ആണ്. ഇതേ കണ്ടോ, ഇവിടെ അതേ 2 ആൽഫയുണ്ട്, ബീറ്റ ഡാഷ്, ബീറ്റ, ഒമേഗ ഇതൊക്കെ ഉണ്ട്. ഇത് RNA പോളിമറൈസിന്റെ സ്ട്രക്ചർ ആണ്. അപ്പോൾ ഒരു ആൽഫ ബീറ്റയിലേക്കാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്, പിന്നെ മറ്റേ ആൽഫ ബീറ്റ ഡാഷിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2 ആൽഫകൾ തമ്മിൽ ഒരു ഡയമറൈസ് ചെയ്തിട്ടുണ്ട്, ഒരു മിച്ച് ഇങ്ങനെ ഡയമറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒമേഗ വന്ന് ജോയിൻ ചെയ്തേക്കുന്നത് ബീറ്റ ഡാഷിലേക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ഓരോ സബ് യൂണിറ്റിന്റെ ഫംഗ്ഷൻ നോക്കാം. ആൽഫ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് RPOA എന്ന് പറയുന്ന ഒരു ജീനാണ് അത് ഉണ്ടാക്കുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻസൈമിനെ കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്തേക്ക് അസംബിൾ ചെയ്യാനായിട്ടും പ്രൊമോട്ടറിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് ആൽഫ സബ് യൂണിറ്റ് എന്ന് പറയുന്നത്. ബീറ്റ എന്ന് പറയുന്നത് ചെയിൻ ഇലോങ്ങേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കാറ്റലിറ്റിക് സെന്ററിന്റെ പാർട്ടാണത്. പിന്നെ ബീറ്റ പ്രൈം എന്ന് പറയുന്നതും കാറ്റലിറ്റിക് സെന്ററിന്റെ പാർട്ടാണ്, അത് DNA ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, ഇവരെ അസംബിൾ ചെയ്യാനായിട്ടും RNA പോളിമറൈസിന്റെ സ്റ്റെബിലിറ്റിക്കൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സിഗ്മ എന്ന് പറയുന്നത് എന്താണ്, അവരാണ് പ്രൊമോട്ടർ റെക്കഗ്നൈസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഈ സിഗ്മ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഓരോ ജീൻ നോക്കിക്കുക. ആൽഫയുടെ ജീനാണ് RPOA, ബീറ്റ ആണെങ്കിൽ RPOB, ബീറ്റ പ്രൈം ആണെങ്കിൽ RPOC, ഒമേഗ ആണെങ്കിൽ RPOZ ആൻഡ് സിഗ്മ ആണെങ്കിൽ RPOD. ഓക്കെ, ഇനി നമുക്ക് വൈറസിന്റെ കേസ് നോക്കാം. വൈറസിന്റെ കേസിലുള്ള RNA പോളിമറൈസിന്റെ പേരാണ് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്. നമ്മളുടെ പ്രൊക്യാരോട്സ് ബാക്ടീരിയയുടെ കേസിലാണെങ്കിൽ അത് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് ആണ്, ഇത് RNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് ആണ്. അപ്പൊ ഡിഫറൻസ് എന്താണ്, ഇവർ RNA-നെയാണ് ടെംപ്ലേറ്റ് ഇട്ട് ഉപയോഗിക്കുന്നത്, മനസ്സിലായോ? സാധാരണ പ്രൊക്യാരോട്സിന്റെ കേസിൽ DNA ടെംപ്ലേറ്റ് ആക്കിയിട്ട് അതിൽ നിന്നാണ് RNA ഉണ്ടാക്കുന്നത്. ബട്ട് ഇവിടുത്തെ കേസിൽ എങ്ങനെയാണ്, RNA-നെ ടെംപ്ലേറ്റ് ആക്കിയിട്ട് അതിൽ നിന്ന് പുതിയൊരു RNA ഫോം ചെയ്യുന്നു. അപ്പൊ ഇത് കാണുന്നത് RNA വൈറസ് ലൈക്ക് F2 ആൻഡ് R17 അങ്ങനെയുള്ള വൈറസിലാണത് കാണുന്നത്. ഓക്കെ, ഇവിടെയും RNA ഉണ്ടാവുന്നത് 5' to 3' ഡയറക്ഷനിലാണ്. ഓക്കെ, ഇനി യൂക്യാരോട്സിന്റെ കേസ് പറയുകയാണെങ്കിൽ പ്രൊക്യാരോട്സിനാകെ എന്താണ് ഈ എല്ലാ തരത്തിലുള്ള RNA ഉണ്ടാക്കാനായിട്ട് ഒരു RNA പോളിമറൈസ് ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇനി യൂക്യാരോട്സിന്റെ കേസിൽ എന്താണ്, ഓരോ RNA അതായത് mRNA ഉണ്ടാക്കാൻ ഒരു പോളിമറൈസ്, tRNA ഉണ്ടാക്കാൻ വേറൊരു RNA പോളിമറൈസ്, അങ്ങനെ പല ടൈപ്പിലുള്ള RNA പോളിമറൈസ് ആണ് യൂക്യാരോട്സിലുള്ളത്. അപ്പൊ നോക്കിയേ, യൂക്യാരോട്സിൽ 5 ടൈപ്പ് ഓഫ് RNA പോളിമറൈസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കിയേ, RNA പോളിമറൈസ് 1, 2, 3, 4, 5. ഓക്കെ, 1, 2, 3, 4, 5. ഇതിൽ 4ഉം 5ഉം കാണുന്നത് ഏതാണ്, പ്ലാന്റ്സിലാണ്. ഓക്കെ, 4ഉം 5ഉം പ്ലാന്റ്സിലാണ്, ബാക്കി എല്ലാനും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ യൂക്യാരോട്സിലും കാണപ്പെടുന്നതാണ്. 1, 2, 3 എന്നൊക്കെ പറയുന്ന എല്ലാ യൂക്യാരോട്സിലും കാണുന്നതാണ്. ഓക്കെ, ഇനി ഓരോന്നിന്റെ ഫംഗ്ഷൻ നോക്കാം. RNA പോളിമറൈസ് 1 എന്ന് പറയുന്നത് rRNA ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. RNA പോളിമറൈസ് 2 ആണ് mRNA ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. RNA പോളിമറൈസ് 3 tRNA ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. RNA പോളിമറൈസ് 4 ആണ് ചില siRNAസും, അതുപോലെ തന്നെ RNA പോളിമറൈസ് 5 ആണ് എന്ത്, ഹെട്രോക്രോമാറ്റിൻ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന RNAസിന് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ 4ഉം 5ഉം പ്ലാന്റ്സിലുള്ളതാണ്, ബാക്കി എല്ലാനും യൂക്യാരോട്സിലുള്ളതാണ്. ഇനി ഈ പറഞ്ഞ RNA പോളിമറൈസ് 2, അതായത് RNA പോളിമറൈസ് 2 എന്ന് പറയുന്നത് mRNA മാത്രമല്ല, വേറെ കുറച്ച് RNAയുടെ കേസ് അവർ പറയുന്നുണ്ട്. എന്താണ്, SNO-RNA, സം SNRNA, miRNA. അപ്പോൾ നമുക്ക് ഈ പറയുന്ന RNA പോളിമറൈസ് 2ന്റെ സ്ട്രക്ചർ നോക്കാം. ഇതിൽ 12 സബ് യൂണിറ്റുകളാണ് RNA പോളിമറൈസ് 2 എന്ന് പറയുന്നത്. അതിൽ 12 സബ് യൂണിറ്റുകളുണ്ട്. നമ്മളത് എഴുതുന്നത് RPB1 മുതൽ RPB12 വരെ ഇങ്ങനെ എഴുതും. ഇതിലെ ഏറ്റവും ലാർജസ്റ്റ് സബ് യൂണിറ്റാണ് RPB1ഉം RPB2 എന്ന് പറയുന്നത്. അത് നമ്മുടെ ബാക്ടീരിയൽ ബീറ്റ ആയിട്ട് റിസംബ്ലൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ RNA പോളിമറൈസ് 2ന് 12 സബ് യൂണിറ്റ് ഉണ്ട്. 2 ലാർജസ്റ്റ് സബ് യൂണിറ്റ് ആണ് RPB1ഉം RPB2 എന്ന് പറയുന്നത്. RPB1 നോക്കുകയാണെങ്കിൽ അതിന് ഒരു കാർബോക്സി ടെർമിനൽ ഡൊമൈൻ ഉണ്ട്. ഓക്കെ, ഇതാണ് RNA പോളിമറൈസ് 1. പിക്ചർ നോക്കിക്കേ, ഇതാണ് RNA പോളിമറൈസ് 1. അതിന് ഒരു കാർബോക്സി ടെർമിനൽ ഡൊമൈൻ ഉണ്ട്. ഇതാണ് ആ CTD ഡൊമൈൻ എന്ന് പറയുന്നത്. ഈ CTD ഡൊമൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് കുറെ ഹെപ്റ്റാപെപ്റ്റൈഡ് റിപ്പീറ്റ്സ് കൊണ്ടാണ്. ഇങ്ങനെ ഒരു 7 പെപ്റ്റൈഡ് റിപ്പീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതാണ് തൈറോസിൻ, സിറിൻ, പ്രോലിൻ, ത്രിയോണിൻ, സെറിൻ, പ്രോലിൻ, സെറിൻ, ഇങ്ങനെ ഒരു ഓർഡറിലാണ് എന്ത് പോയേക്കുന്നത്, ഈ ഒരു CTD സീക്വൻസുകൾ പോയേക്കുന്നത്. ഓക്കെ, ഇനി ആൽഫ അമിനിറ്റിൻ ടോക്സിൻ. ആൽഫ അമിനിറ്റിൻ ടോക്സിൻ എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ നമുക്ക് ഓരോന്നും RNA പോളിമറൈസ് 1 ആണോ 2 ആണോ 3 ആണോ എന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണമെങ്കിൽ ഈ പറയുന്ന ടോക്സിൻ ഉപയോഗിക്കുക. കാരണം എന്താണ്, ഇവർക്ക് ഈ ഓരോ ടോക്സിനും ഓരോ RNA പോളിമറൈസിനും ഈ ടോക്സിനോട് ഡിഫറെൻറ്റ് രീതിയിലാണ് സെൻസിറ്റിവിറ്റി കാണിക്കുന്നത്. ഏറ്റവും ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ളത് പോളിമറൈസ് 2 ആണ്. ഓക്കെ, അപ്പോൾ ആൽഫ അമിനിറ്റിൻ ടോക്സിനോട് ഏറ്റവും ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ളത് ആരാണ്, പോളിമറൈസ് 2 ആണ്.
ഓക്കെ, അപ്പോൾ ഈ ഒരു ആൽഫ അമിനിറ്റിൻ ടോക്സിൻ എന്താണ്? അത് പോയിസണസ് ആയിട്ടുള്ള മഷ്റൂം അമിനിറ്റ ഫെലോയിഡ്സ് എന്ന് പറയും, നമ്മൾ ഡെത്ത് ക്യാപ്പ് മഷ്റൂം എന്ന് പറയും, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പോയിസണസ് ടോക്സിൻ ആണ് എന്ത്? ആൽഫ അമിനിറ്റിൻ ടോക്സിൻ എന്ന് പറയുന്നത്. ഇവർക്ക് RNA പോളിമറൈസ് 2 ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി RNA പോളിമറൈസ് 2 ആണ് അതിനോട് ഹൈലി സെൻസിറ്റീവ് കാണിക്കുന്നത്. പോളിമറൈസ് 1 അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. പോളിമറൈസ് 3 അത് മോഡറേറ്റ്ലി സെൻസിറ്റീവ് ആണ്. എന്നിട്ട് ഇവർക്ക് ഇലോങ്ങേഷൻ, RNA ഇലോങ്ങേറ്റ് ചെയ്തത്, അതായത് RNAകൾ ആഡ് ചെയ്ത് റൈബോ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്ത് RNA ഫോം ചെയ്യുന്നത്, RNA ചെയിൻ്റെ ഇലോങ്ങേഷന് ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടോക്സിനാണ് ആൽഫ അമിനിറ്റിൻ ടോക്സിൻ എന്ന് പറയുന്നത്. അത് പോയിസണസ് മഷ്റൂം ആയിട്ടുള്ള അമിനിറ്റ ഫെലോയിഡ്സ് അല്ലെങ്കിൽ ഡെത്ത് ക്യാപ്പ് മഷ്റൂമിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഓക്കെ, RNA പോളിമറൈസും DNA പോളിമറൈസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഇതിൽ രണ്ടുപേരും മോളിക്കുലാർ വെയിറ്റ് നോക്കുകയാണെങ്കിൽ RNA പോളിമറൈസിനാണ് കുറച്ചും കൂടി മോളിക്കുലാർ വെയിറ്റ് കൂടുതൽ. പിന്നെ RNA പോളിമറൈസിൽ 6 സബ് യൂണിറ്റുകളുണ്ട്, DNA പോളിമറൈസിൽ ആകെ 10 സബ് യൂണിറ്റേ ഉള്ളൂ. ഇവിടുത്തെ പ്രിക്കേഴ്സേഴ്സ് എന്ന് പറയുമ്പോൾ ATP, GTP, UTP, CTP ആണ്. DNA പോളിമറൈസ് ആണെങ്കിൽ അവിടെ DATP, DGTP, DTTP, DCTP ആണ്. ഇവർ രണ്ടുപേരും ഉണ്ടാക്കുന്നത് ഇപ്പോൾ പുതിയ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യുന്നത് 5' to 3' ഡയറക്ഷനിലാണ്. പിന്നെ ന്യൂക്ലിയസ് ആക്ടിവിറ്റി എന്താണ്? RNA പോളിമറൈസിന് ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ പ്രൈമർ റിക്വയർമെന്റും RNA പോളിമറൈസിന് ആവശ്യമില്ല. പക്ഷേ DNA പോളിമറൈസിന് 3' 5' പ്രൂഫ് റീഡിംഗ് ആക്ടിവിറ്റി പ്രസന്റ് ആണ്. അതുപോലെ തന്നെ അവർക്ക് DNA അല്ലെങ്കിൽ RNA പ്രൈമറിന് ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ ഇവർക്ക് മെറ്റൽ അയോൺസ് വേണം, അതായത് സിങ്ക് 2+, Mg2+, അത് രണ്ടുപേർക്കും ഈ പറയുന്ന കോഫാക്ടേഴ്സിന് ആവശ്യമുണ്ട്. പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്ലാന്റ്സിന്റെ കേസിലുള്ള പോളിമറൈസ് ആണ് 4ഉം 5ഉം. RNA പോളിമറൈസ് 4ഉം 5ഉം എന്തിലാണ്? പ്ലാന്റ്സിന്റെ കേസിലാണ്. അവർ siRNA ഫോർമേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ജീൻ സൈലൻസിങ്ങിലൊക്കെ ഇൻവോൾവ്ഡ് ആണ്. ഓക്കെ, ഇനി ഓർഗനൽ RNA പോളിമറൈസ്, അതായത് ഈ പറയുന്ന DNA മാത്രമല്ല ചില ഓർഗനൽസിൽ മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ഇതിലൊക്കെ എന്തുണ്ട്? RNA പോളിമറൈസ് പ്രസന്റ് ആണ്. ഇനി പ്രൊക്കാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ 3 സ്റ്റേജസിലാണുള്ളത്: ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. എന്തൊക്കെയാണ്? ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇനീഷ്യേഷൻ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മളുടെ RNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം DNAയിലുള്ള പ്രൊമോട്ടർ എന്ന് പറയുന്ന സീക്വൻസിനെ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, അങ്ങനെ പ്രൊമോട്ടറിൽ വന്നിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇലോങ്ങേഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ എന്താണ്? ഈ പറയുന്ന ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ കൂടെ RNA പോളിമറൈസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും? RNA ഉണ്ടായിക്കൊണ്ടിരിക്കും. ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ പോളിമറൈസ് ടെർമിനൽ സിഗ്നൽ കിട്ടുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്? അതിൽ നിന്ന് ഉണ്ടായ RNA ഡിറ്റാച്ച് ചെയ്ത് പോകും. അതാണ് RNA സിന്തസിസ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇത്രയല്ല, നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അതായത് ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.